നമുക്കിന്ന് എളുപ്പത്തിലൊരു നെയ്യപ്പം ഉണ്ടാക്കാം. നെയ്യപ്പം ഉണ്ടാക്കുന്നത് ഞാൻ രാവിലെ ഒരു 10 മണിയായപ്പോൾ ഒരു ഗ്ലാസ് അരി ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചായിരുന്നു. പക്ഷേ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം ആ അരി ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ കഴുകി മിക്സിയിലോട്ട് ഇട്ടിട്ട് ഒരു നുള്ളു ഉപ്പും ഒരു 4 ഏലക്കായും പിന്നെ കുറച്ച് നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ടായിരുന്നു. പക്ഷേ ഇവിടെ തണുപ്പല്ലേ, അതുകൊണ്ട് ബേക്കിംഗ് സോഡയും പിന്നെ നമ്മൾ ശർക്കര പാനി കാച്ചിയത് ശകലം ചൂടുണ്ടായിരുന്നു. ആ ചെറിയ ചൂടോടെ അതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഞാനൊരു ഫ്രണ്ടുമായിട്ട് എൻ്റെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി രാവിലെ നെയ്യപ്പം തിന്നത് പറഞ്ഞു. അപ്പോഴൊട്ടൊരാഗ്രഹം നെയ്യപ്പം തിന്നണം, നെയ്യപ്പം കഴിക്കണമെന്ന് ഭയങ്കര ഒരാഗ്രഹം. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ, ഈ പട്ടിൻ്റെ എവിടെയാണ് നെയ്യപ്പം കിട്ടുന്നത്? അപ്പോൾ എന്നാൽ വിചാരിച്ചു എന്നാൽ രാവിലെ ഉണ്ടാക്കി നോക്കാം, ശരിയാവില്ല. ഇതിന് മുമ്പൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത്ര ശരിയായി വന്നിട്ടില്ല. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ എണ്ണ അടുപ്പിൽ വെക്കാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ തേങ്ങ കൂടെ വറുത്തിടാമെന്ന് പറഞ്ഞ് ശകലം നെയ്ക്കകത്ത് തേങ്ങ മൂപ്പിച്ച് അതിനകത്തോട്ട് ഇട്ടു. എന്നിട്ടൊരു ഇരുമ്പ് ചട്ടിയിൽ കുറച്ച് എണ്ണ വെച്ച് നന്നായിട്ട് ചൂടായി. എണ്ണ നല്ല ചൂടായപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് മാവ് കോരി ഒഴിച്ചിട്ട് ഞാനൊന്ന് തീ കുറച്ച് കൊടുത്തു. ഇനി കരിഞ്ഞു പോയാലോ എന്ന് കരുതി. പക്ഷേ നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്തു. കറക്റ്റായിരുന്നു. ഒരു 12 നെയ്യപ്പത്തോളം ഞാൻ ഉണ്ടാക്കി. പക്ഷെ എല്ലാം നല്ല ഇതായിട്ട് വന്നു. എൻ്റെ ഈ നെയ്യപ്പം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം. അങ്ങനെ ആഗ്രഹം തോന്നിയാൽ നമുക്ക് എന്തും എവിടെയും ഉണ്ടാക്കാം. ഒരു കുഴപ്പമില്ല. സാധനങ്ങൾ വീട്ടിൽ എന്തായാലും ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും. അത് വെച്ചിട്ട് എളുപ്പത്തിന് ചെയ്തതാണ്. എളുപ്പത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇട്ടിട്ട് വൈകുന്നേരമാണ് ഉണ്ടാക്കിയത്. പക്ഷെ എന്നാലും അത് നന്നായിട്ട് വന്നു. നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ. പക്ഷേ ടേസ്റ്റും നല്ലതായിരുന്നു. നല്ല പൊങ്ങി, നല്ല എന്നാ പറയുന്ന നല്ല അകമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ഇതായിട്ട് വന്നു. ഇങ്ങനെ ട്രൈ ചെയ്തോളൂ കേട്ടോ, നന്നായിട്ട് വരും നെയ്യപ്പം. നമുക്കിന്ന് എളുപ്പത്തിലൊരു നെയ്യപ്പം ഉണ്ടാക്കാം. നെയ്യപ്പം ഉണ്ടാക്കുന്നത് ഞാൻ രാവിലെ ഒരു 10 മണിയായപ്പോൾ ഒരു ഗ്ലാസ് അരി ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചായിരുന്നു. പക്ഷേ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം ആ അരി ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ കഴുകി മിക്സിയിലോട്ട് ഇട്ടിട്ട് ഒരു നുള്ളു ഉപ്പും ഒരു 4 ഏലക്കായും പിന്നെ കുറച്ച് നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ടായിരുന്നു. പക്ഷേ ഇവിടെ തണുപ്പല്ലേ, അതുകൊണ്ട് ബേക്കിംഗ് സോഡയും പിന്നെ നമ്മൾ ശർക്കര